ആ സമാധാനത്തിന്റെ തിരുക്കരങ്ങളിൽ നിന്ന് ശേഷിക്കുന്നത് അഹ്ലുൽ ബൈത്തിലാണ്. അഹ്ലുൽ ബൈത്തിലെ പ്രമുഖനായ താജുൽ ഉലമയെ നമുക്കറിയാം. താജുൽ ഉലമയെ നമുക്കറിയാം. അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. താജുൽ ഉലമ മക്കയിൽ വെച്ചൊരിക്കലും കാണാൻ തങ്ങളെ വെച്ചിട്ട് പേരാ പറഞ്ഞത്, തങ്ങളെ വിളിച്ചു വരാൻ പറഞ്ഞു. തങ്ങളുടെ റൂമിൽ കാണിച്ചു കൊടുത്തു. ആ ഉപ്പാപ്പയും മകനുമായ ശൈഖും മുരീദും എത്ര എത്ര ഇജാസത്തുകളാണ് കൈമാറിയതെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അവിടുത്തെ തൊട്ട് ജീവിച്ച് ഈ ഉമ്മത്തിന് വേണ്ട ഇന്ന സ്വലാത്തക സകലഹും തിരുനബിയെ അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണെന്ന് പറയുന്ന ആ പ്രാർത്ഥന കൈകൾ 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 മാറി അൽഹംദുലില്ലാഹ് സയ്യിദവരുടെ കയ്യിൽ നമുക്ക് എത്തിക്കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ നേതാവാക്കി അല്ലാഹു വന്നിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിൽ സുൽത്താനിലമ കഴിഞ്ഞാൽ സുൽത്താനിലമക്കൊപ്പം നേതൃത്വമായി മദ്രസദാത്ത് ഇവിടെ ഉണ്ട്. അല്ലാഹു അവിടുത്തേക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവരെ തണലിലായി ഒരുപാട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആലപ്പുഴ